ഇനി ആ നന്മകൾ എന്തൊക്കെയാണ്? പല തഫ്സീറുകളും നിങ്ങൾക്ക് കാണാം. 15 വ്യാഖ്യാനങ്ങൾ ഇതിന് ഇമാം റാസി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടുണ്ട്. അതിൽ ഒരു വ്യാഖ്യാനമാണ് സഹോദരന്മാരെ, അതാ അൽ കൗസർ എന്ന പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു നദി കൊടുക്കുന്നുണ്ട്, ഒരു പുഴ കൊടുക്കുന്നുണ്ട്. ആ പുഴയുടെ പ്രത്യേകത എന്താണ്? ആ പുഴയിലെ വെള്ളം പാലിനേക്കാൾ വെളുപ്പാണ്, തേനിനേക്കാൾ മധുരമാണ്. ആ വെള്ളം കുടിച്ചാൽ പിന്നെ ദാഹമില്ല, വിഷമമില്ല, രോഗമില്ല. അങ്ങനെ അത്ഭുതകരമായ ഒരു നദി, അത്ഭുതകരമായ ഒരു നദി. ആ നദിയിൽ നിന്നാണ് സ്വർഗത്തിലുള്ള എല്ലാ നദികളും പൊട്ടിയൊലിക്കുന്നത്. ആ നദിയിൽ നിന്നാണ് എല്ലാ സ്ഥലങ്ങളിലും, എല്ലാ തോട്ടങ്ങളിലും, സ്വർഗത്തിലെ മുഴുവൻ തോട്ടങ്ങളിലും വെള്ളമൊഴുകുന്നത്. അങ്ങനെയുള്ളൊരു വല്ലാത്ത നദിയുണ്ട്. ആ നദിക്ക് അൽ കൗസർ എന്ന് പേരുണ്ട്. ഈ ആയത്തിൽ ആ നദി ഉൾപ്പെട്ടു കഴിഞ്ഞു. അങ്ങേക്ക് നമ്മൾ അത്ഭുതകരമായ നദി തന്നു കഴിഞ്ഞു നബിയേ. അത് ആയത്തിന്റെ ഒരർത്ഥമാണ്. വേറെ ഒരു അർത്ഥമാണ് സുഹൃത്തുക്കളെ. അതാ ഇമാം റാസി റളിയല്ലാഹു അൻഹു തന്നെ പറയുകയാണ്. രണ്ടാമത്തൊരു തഫ്സീറാണ്. ഹൗലുൽ കൗസർ എന്ന് പറഞ്ഞിട്ടൊരു തടാകമുണ്ട്. ഹൗലുൽ കൗസർ എന്ന് പറഞ്ഞിട്ടൊരു തടാകമുണ്ട്. ഹൗല് എന്ന വാക്കിന്റെ അർത്ഥം തടാകം, ടാങ്കി. അപ്പൊ ഹൗലുൽ കൗസർ എന്ന് പറഞ്ഞാൽ അൽ കൗസർ എന്ന പേരിൽ ഒരു തടാകമുണ്ട്. ആ തടാകത്തിൽ നിന്നാണ് നദികളിലേക്ക് വെള്ളം പോകുന്നതെന്ന് പറഞ്ഞവരുണ്ട്. ഇരിക്കട്ടെ, അങ്ങനെ ഒരു വല്ലാത്ത തടാകം. ആ തടാകം നേരത്തെ പറഞ്ഞതുപോലെയുള്ള മുഴുവൻ മഹത്വങ്ങളുമുള്ളതാണ്. ആ തടാകമാണ് ഇവിടെ ഒരു ഉദ്ദേശം. അപ്പോൾ അൽ കൗസർ എന്ന വാക്കിന് ഹൗലുൽ കൗസർ എന്ന തടാകവും ഉദ്ദേശമുണ്ട്. അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സ്വർഗത്തിലെ അത്ഭുതകരമായ നദിയും ഉദ്ദേശമുണ്ട്. മൂന്നാമത്തെ വേറൊരു തഫ്സീർ ഇമാം റാസി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു. അൽ കൗസർ എന്ന് പറഞ്ഞാൽ അത് നബിയുടെ കുടുംബ പരമ്പരയാണ്, തങ്ങന്മാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്താന പരമ്പരയാണ്. എന്താ കാരണം? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു കുരുത്തം കെട്ടവൻ ആക്ഷേപിച്ചു സംസാരിച്ചു. അവനെന്ത് പറഞ്ഞു? മുഹമ്മദ് അബുത്തറാണെന്ന് പറഞ്ഞു. അബുത്തർ എന്ന് പറഞ്ഞാൽ എന്താണ്? അബുത്തർ എന്ന് പറഞ്ഞാൽ പിൻഗാമിയില്ലാത്തവൻ. അതേ ലക്ഷണം കെട്ടവരെന്നും വേണമെങ്കിൽ അതിനർത്ഥം പറയാം. എന്താ കാരണം? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആൺമക്കളെല്ലാം കുട്ടിക്കാലത്ത് മരണപ്പെട്ടു പോയിട്ടുണ്ട്. അതിന് പല രഹസ്യങ്ങളുമുണ്ടേ ഉമ്മമാരെ, അതിന് പല രഹസ്യങ്ങളുമുണ്ടേ ചെറുപ്പക്കാരെ. സ്വന്തം മക്കൾ, ചെറിയ ചെറിയ മക്കൾ, ആൺമക്കളെല്ലാം അവിടുത്തേക്ക് മൗത്തായി പോയി. അതിനുള്ള രഹസ്യങ്ങളിൽ ഒന്നാണ് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. നബിതങ്ങൾ റഹ്മത്തുൽ ലിൽ ആലമീനല്ലേ. ചിലപ്പോൾ അവിടുത്തെ ഉമ്മത്തുകളിൽപ്പെട്ട ചിലർക്ക് ചിലപ്പോൾ ഒരൊറ്റ ആൺകുട്ടിയുമില്ലെന്ന് വരാം. ചിലപ്പോൾ അവിടുത്തെ ഉമ്മത്തുകളിൽ ഉള്ള ആളുകളുടെ ആൺകുട്ടി, ഒരൊറ്റ ആൺകുട്ടി ഉള്ളത് അപകടത്തിൽ മരിച്ചുപോയി എന്ന് വരാം. ചിലപ്പോൾ ഉള്ള ആൺമക്കളെല്ലാം ഒരേ സമയത്ത് മരിച്ചുപോയി എന്ന് വരാം. അങ്ങനെ തുടങ്ങി അവിടുത്തെ ഉമ്മത്തുകൾക്ക് പല മുസീബത്തുകളും ചിലപ്പോൾ സംഭവിച്ചുവെന്ന് വരാം. കാരണം ഇത് സ്വർഗലോകമല്ല, ഇത് ദുന്യാവാണ്. ദുന്യാവ് കഷ്ടതയുടെയും വിഷമത്തിന്റെയും ലോകമാണ്. സുഖത്തിന്റെ ലോകം സ്വർഗമാണ്. ഈ കഷ്ടതയുടെ ലോകം ഒരിക്കലും 100% ഇവിടെ സന്തോഷം ചിന്തിക്കുന്നതിനർത്ഥമില്ല. അല്ലലും മലട്ടുമില്ലാത്ത ജീവിതം ഇവിടെ കിട്ടുമെന്നാരും ഉറപ്പിക്കേണ്ടതില്ല. ഇവിടെ ഏത് സുഖം കിട്ടിയാലും അതിന്റെ പിന്നിലൊരു ദുഃഖമാണ് കേട്ടോ.
യുവത്വത്തിന്റെ പിന്നിൽ വാർദ്ധക്യമാണ്, ജന്മത്തിന്റെ പിന്നിൽ മരണമാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ രുചിയാണ്, എന്നാൽ കഴിച്ചു കഴിഞ്ഞാൽ ദഹിച്ചു കിട്ടേണ്ട വിഷമമാണ്. ദഹിച്ചു കിട്ടിയാൽ പിന്നെ അത് നജസാണ്, പിന്നെ അത് വൃത്തിയാക്കേണ്ട വിഷയമാണ്. ഓ മനുഷ്യ, സുന്ദരിയായ പെണ്ണിനെ പോയി നീ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന് കുറച്ചു ദിവസം കഴിഞ്ഞാൽ ആ പെണ്ണിന്റെ മുഖം ഒട്ടിപ്പോവുകയാണ്. സുന്ദരനായ ചെറുപ്പക്കാരനെ തെരഞ്ഞെടുത്ത സ്ത്രീ അല്പ ദിവസം കഴിയുമ്പോൾ നരച്ച താടിയും തലയും മീശയും അനുഭവിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ചെറിയ കുഞ്ഞിനെ എടുത്ത് മടിയിലിട്ട് കളിപ്പിച്ച് ആ സുന്ദരമായ മുഖത്തുമ്മ വെച്ചിരുന്ന ഉമ്മക്കും ബാപ്പക്കും കുറച്ചു ദിവസം കഴിയുമ്പോൾ താടിയിലും മീശയിലുമൊക്കെ രോമം വന്ന കുട്ടിയായി മാറുകയാണ്. ആകയാൽ അതേ നിങ്ങൾക്കറിയാം, നാലാള് കൂടി ഒരു കമ്മിറ്റി ഉണ്ടാക്കുമ്പോൾ വലിയ ഐക്യമാണ്. പിന്നെ അതാ സെക്രട്ടറിയെ പ്രസിഡന്റ് ചോദ്യം ചെയ്യുകയാണ്, പ്രസിഡന്റിനെ സെക്രട്ടറി പേടിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഇലക്ഷൻ എടുക്കുമ്പോൾ പലരും യോജിക്കുകയാണ്, മന്ത്രിസഭ ഉണ്ടാക്കുമ്പോൾ ഭിന്നിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, മന്ത്രി കസേര കിട്ടുമ്പോൾ സന്തോഷിക്കുകയാണ്, ഇറങ്ങിപ്പോരുമ്പോൾ ദുഃഖിക്കുകയാണ്. ആകയാൽ ഈ ഭൂമി ലോകത്ത് സ്ഥിരമായ സന്തോഷത്തിന് വകുപ്പില്ല കേട്ടോ. ഏത് സന്തോഷത്തിന്റെയും പിന്നിൽ ദുഃഖമാണ്. വലിയ പണം ഇറക്കിയിട്ട് കച്ചവടത്തിനിറങ്ങിയവൻ നഷ്ടത്തെ പേടിക്കുകയാണ്. കിട്ടിയാലോ അത് പല വഴിക്കും ഇളകിപ്പോവുകയാണ്. ഈ ലോകത്തുണ്ടോ മനുഷ്യന് ശാശ്വത സമാധാനം? അതുകൊണ്ട് തന്നെ ഈ ലോകത്ത് പ്രശ്നങ്ങൾ സ്വാഭാവികമാണ്. വലനബിലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സും മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് ഫബശ്ശിരി സാബിരീൻ الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. അല്ലാഹുവിലേക്ക് മനസ്സ് തിരിഞ്ഞവനെ ഇവിടെ സമാധാനമുള്ളൂ, രാജാവിലേക്ക് മനസ്സ് തിരിച്ചവരെ രക്ഷയുള്ളൂ. ആ മനുഷ്യനെപ്പോഴും സമാധാനമാണ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഹൃദയത്തിന്റെ സമാധാനം റബ്ബിനെ സ്മരിക്കുന്നതിലാണ്. അതില്ലാത്ത മനുഷ്യന് എന്നും ക്ലേശം തന്നെ. എന്നാൽ അതാ ആൺമക്കൾ മുഴുവനും മരിച്ചുപോയൊരു മനുഷ്യൻ അവിടുത്തെ ഉമ്മത്തിലുണ്ടോ? പെൺമക്കള് മരിച്ചവരുണ്ടോ? മക്കള് നഷ്ടപ്പെട്ടവരുണ്ടോ? ഏത് മുസീബത്ത് പറ്റിയവരുണ്ടോ? അവർക്കെല്ലാം അവരുടെ നേതാവിനെ ഓർമ്മിച്ചു സഹിക്കാമല്ലോ. ഞങ്ങളെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തേക്ക് അല്ലാഹു നൽകിയ മുഴുവൻ ആൺകുട്ടികളെയും കുട്ടിക്കാലത്തു തന്നെ റബ്ബ് പിടിച്ചെടുത്തിട്ടുണ്ടല്ലോ. അവിടുത്തെ ജീവിതം തന്നെ സർവ്വലോകത്തിനും കാരുണ്യമാണ്, അനുഗ്രഹമാണ്. ഇങ്ങനെ ഒരുപാട് രഹസ്യങ്ങൾ അതിനുണ്ട്. ഞാൻ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപിച്ച ഒരു കുരുത്തൻ കേട്ടാൽ അവൻ പറഞ്ഞു തുടങ്ങുന്നു, പിൻഗാമിയില്ലാത്തവനാണ് മുഹമ്മദ്. അപ്പൊ അള്ളാഹു അതിന് മറുപടി പറയാ. കാരണം അള്ളാഹുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഹബീബിനെയാണ് അവൻ ആക്ഷേപിച്ചത്. ഹബീബിനെ ആക്ഷേപിച്ചപ്പോൾ, രാജാവ് നേതാവായി നിശ്ചയിച്ച നേതാവിനെ ആക്ഷേപിച്ചപ്പോൾ രാജാവ് മറുപടി പറയുകയാണ്, ഓ നബിയേ, അങ്ങേക്ക് നമ്മൾ തന്നിട്ടുണ്ട് അൽ കൗസർ, ധാരാളം നന്മ തന്നിട്ടുണ്ട്. അതിൽ പെട്ടതാണ് നബിയേ, അങ്ങേക്ക് ധാരാളം സന്താനങ്ങൾ തന്നിട്ടുണ്ട്. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപിച്ച മനുഷ്യന്റെ സന്താന പരമ്പര എവിടെ? മുഹമ്മദ് നബിക്ക് പിൻഗാമിയില്ലെന്ന് പറഞ്ഞവന്റെ സന്താന പരമ്പര എവിടെ? ആർക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും? അതേ സമയത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്താന പരമ്പര എവിടെ എന്ന് ചോദിക്കുമ്പോൾ ഈ സ്റ്റേജിലും കാണിക്കാറുണ്ട്, എവിടെ ചെന്നാലും കാണിക്കാറുണ്ട്. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്താന പരമ്പര ഖിയാമത്ത് നാൾ വരെ സർവ്വലോകത്തും അല്ലാഹു വിതറിയിരിക്കുന്നു. അതാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബം, അഹ്ലു ബൈത്ത് കേട്ടോ.
സുബ്ഹാനല്ലാഹ്, ബഹുമാനപ്പെട്ട സയ്യിദന്മാര് തങ്ങന്മാരെ ചീത്ത പറഞ്ഞു നടക്കുന്നവരുണ്ട്, തങ്ങന്മാരില്ലെന്ന് പറയുന്നവരുണ്ട്, തങ്ങന്മാരെ നിഷേധിക്കുന്നവരുണ്ട്. അതൊക്കെ ഞാൻ അതാപുരത്ത് വെച്ച് കേൾപ്പിച്ചിട്ടുണ്ടല്ലോ. ഓ മുസ്ലിമീങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിൻഗാമിയില്ലെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചവരുടെ പിൻഗാമികളാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ സന്താന പരമ്പരയെ ചോദ്യം ചെയ്യുന്നവര് കേട്ടോ. അല്ലാഹു പറയുന്ന അൽ കൗസർ എന്ന് പറഞ്ഞതിന്റെ തഫ്സീർ ഇമാം റാസി വിശദീകരിക്കുന്നു. അൽ കൗസർ ഔലാദു, അൽ കൗസർ എന്ന് പറഞ്ഞാൽ നബിയുടെ സന്താന പരമ്പരകളാണ്. എന്തേ കാരണം? ലഅന്ന ഹാദിഹി സൂറത ഇന്നമാ നസലത് റദ്ദൻ അലാ മൻ അബഹു അലൈഹിസ്സലാം ബിഅദമിൽ ഔലാദ്. എനിക്ക് പിൻഗാമികളില്ലെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചവർക്ക് മറുപടിയായി അല്ലാഹു തആല ഇറക്കിയതാണിത്. ഫൽ മാന, അപ്പോൾ ഈ ആയത്തിന്റെ മാന അന്നഹു യുതീഹി നസ്ലൻ യബ്ഖൂന അലാ മർരി സമാൻ, ഏത് കാലത്തും നിലനിൽക്കുന്ന നിലക്ക് നബി തങ്ങളുടെ സന്താന പരമ്പര ഇവിടെ ഉണ്ടാകും. ഫൻദുർ കം ഖുതില മിൻ അഹ്ലിൽ ബൈത്ത്, നീ ഒന്ന് ചിന്തിക്കുമോനെ, എത്ര തങ്ങന്മാരെയാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ അടക്കം യസീദ് കൊന്നുകളഞ്ഞില്ലേ? അങ്ങനെ റസൂലുള്ളാഹിന്റെ മക്കളെ എത്രയാണ് കൊന്നുകളഞ്ഞത്. പക്ഷേ പക്ഷേ ലോകമൊട്ടാകെ തങ്ങന്മാരെ കൊണ്ട് നിറഞ്ഞു കിടക്കുകയല്ലേ. അതേ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തിൽപ്പെട്ടവരെ കൊന്ന യസീദിന്റെ പരമ്പര എവിടെ? അല്ലാഹുവിന്റെ റസൂലിന്റെ മകളുടെ മകൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ തലവെട്ടിയ യസീദിന്റെ പരമ്പര എവിടെ? നബി തങ്ങളുടെ സന്താന പരമ്പര ലോകമെമ്പാടും നിറഞ്ഞു കിടക്കുകയല്ലേ. ഒന്നുകൂടി ചിന്തിക്കുവാനേ, കംകാന ഫീഹിം മിനൽ അകാബിരി മിനൽ ഉലമായി, എത്രയെത്ര വലിയ പണ്ഡിതന്മാരാണ്, നേതാക്കളാണ് തങ്ങന്മാരെ കൂട്ടത്തിൽ നബി തങ്ങളുടെ സന്താന പരമ്പരയിൽ ഉണ്ടായത്. മഹാനായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ സന്താന പരമ്പരയിലല്ലേ. സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ ദിഫായി അങ്ങനെയല്ലേ. ഖാജാ മുഈനുദ്ദീൻ ജിസ്തുൽ അജ്മീരി തങ്ങളില്ലേ, അഹ്മദുൽ ബദവി തങ്ങളില്ലേ. സുബ്ഹാനല്ലാഹ്, അങ്ങനെ തുടങ്ങിയ അഖ്താബുകളായ മഹാന്മാര് തന്നെ ലോകത്തെത്രയാണ്. ഇന്നും നിങ്ങൾ നോക്കൂ, സയ്യിദ് അലവിൽ മമ്പുറബി തങ്ങള്, മുഹമ്മദ് സയ്യിദ് ഷരീഫുൽ മദനി തങ്ങള്. ഇന്നും നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, മുസ്ലിം ഉമ്മത്തിന് കേരളത്തിൽ തന്നെ നേതൃത്വം കൊടുക്കുന്ന ഉള്ളാൾ തങ്ങൾ, പാണക്കാട് തങ്ങൾ, തങ്ങന്മാരെ നേതൃത്വമല്ലേ. അത് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധിക്ക് ദഹിക്കുകയില്ല. കാരണം അല്ലാഹുവിന്റെ റസൂലിന്റെ മഹത്വം അംഗീകരിക്കാൻ കഴിയാത്തവന് ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഈ മഹത്വം അംഗീകരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ അവര് അഹ്ലുൽ ബൈത്തിനെ ആക്ഷേപിക്കും, നബി കുടുംബത്തെ ആക്ഷേപിക്കും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധികളുടെ സ്വഭാവമാണ്. അപ്പൊ എത്രയായി? 3 തഫ്സീർ ഇപ്പോൾ ഞാൻ പറഞ്ഞു. ഒന്ന് സ്വർഗത്തിലുള്ള നദി, മറ്റൊന്ന് അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകുന്ന വളരെ മഹത്താരമായ വെള്ളമുള്ള തടാകം, മറ്റൊന്ന് അവിടുത്തെ സന്താന പരമ്പര. ഇതൊക്കെ ഒരൊറ്റ ആയത്തിന്റെ മഅനയാ. അതാ ലഹാ മആനിൻ കമൗദിൽ ബഹരി ഫീ മദദി. പരിശുദ്ധ ഖുർആൻ അങ്ങനെ അതിന്റെ മഅന പറഞ്ഞാൽ തീരൂല. അതുകൊണ്ടാ ഖുർആൻ പരിഭാഷ വായിച്ചാൽ ഖുർആൻ മനസ്സിലാവുമെന്ന് വിചാരിക്കണ്ടെന്ന് പറഞ്ഞത്. ഖുർആൻ പരിഭാഷയിൽ പരിഭാഷ എഴുതിയവന്റെ ആശയം അവൻ എഴുതും. അത് ചിലപ്പോൾ തെറ്റാവും, ചിലപ്പോൾ ശരിയാകാം. അവന്റെ മനസ്സിലുള്ള ആശയം ഖുർആനിന്റെ പേരിൽ അവൻ എഴുതി പിടിപ്പിക്കും. അതാണ് പരിഭാഷ. അതേ സമയത്ത് ഖുർആനിന്റെ മഅന എത്രയാണ്? ആർക്കാണ് അതിന്റെ പരിഭാഷ എഴുതാൻ കഴിയുന്നത്? എന്നാൽ നിങ്ങൾ നോക്കൂ, 4ാമത് പിന്നെയും പറയുന്നു ഇമാം റാസി തഫ്സീർ, ഇന്നാ അഅതൈനാകൽ കൗസർ. അതുകൊണ്ടുള്ള ഒരു ഉദ്ദേശം എന്താണ്? അതാ അൽ കൗസർ ഉലമാ ഉമ്മത്തിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായത്തിലെ ആലിമീങ്ങളാണ്. അപ്പൊ ഇന്നാ അഅതൈനാകൽ കൗസർ,
അങ്ങേക്ക് വലിയ ധാരാളം നന്മ തന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശം, ഓ നബിയേ, തങ്ങളുടെ ഉമ്മത്തുകളിൽ പ്രകാശം ജ്വലിക്കുന്ന ധാരാളം ആലിമീങ്ങളെ തന്നു നബിയേ. ഇത് പറഞ്ഞുകൊണ്ട് ഇമാം റാസി പറയുന്നു, ലഅംദിയൽ ഖൈറുൽ കസീർ ലിഅന്നഹും കഅംബിയാഇ ബനി ഇസ്രായീൽ. ബനൂ ഇസ്രായേലിലെ അമ്പിയാക്കളെ പോലെയാണ് അവിടുത്തെ സമുദായത്തിലെ പണ്ഡിതന്മാർ. ആ ബനൂ ഇസ്രായേലിലെ അമ്പിയാക്കൾ ജനങ്ങളെ സന്മാർഗത്തിൽ നയിച്ചതുപോലെ അവിടുത്തെ ഉമ്മത്തിലെ പണ്ഡിതന്മാർ ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കുന്നു. മാത്രമല്ല, വഹും യുഹിബ്ബൂന ദിക്റ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പണ്ഡിതന്മാർ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്മരണയെ, റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയുന്നതിനെ, അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് പറയുന്നതിനെ അവരിഷ്ടപ്പെടുന്നു. അതാണ് റസൂലുള്ളാഹിന്റെ പണ്ഡിതന്മാർ. അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബഹുമാനം പറയുന്നതിൽ താല്പര്യമുള്ളവരാണ്. നബി തങ്ങളെ ആദരിക്കുന്നതിൽ താല്പര്യമുള്ളവരാണ്. അവിടുന്ന് ജനിച്ച ദിവസത്തെ ആദരിക്കുന്നവരാണ്. അതും ഇന്നാഅതൈനാകൽ കൗസർ എന്ന് പറഞ്ഞതിന്റെ വ്യാഖ്യാനം തന്നെ. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, നോക്കൂ, നീ കഴിഞ്ഞുപോയ അമ്പിയാക്കളുടെ അതേ സ്വഭാവമല്ലേ ഈ സമുദായത്തിലെ പണ്ഡിതന്മാർക്ക്. അടിസ്ഥാനപരമായി അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. അടിസ്ഥാനപരമായി എല്ലാവരും ഒന്ന് തന്നെ, എല്ലാവരും പരസ്പരം ബഹുമാനിക്കുന്നവര് തന്നെ. ഏത് ഇമാമിനെ സ്വീകരിച്ചാലും നിങ്ങൾ വിജയിച്ചു എന്ന് പറയുന്നവര് തന്നെ, എല്ലാവരും സ്വർഗത്തിലാണെന്ന് വിശ്വസിക്കുന്നവര് തന്നെ. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ തുടർന്നോളൂ, മാലിക് ഇമാമിനെ തുടർന്നോളൂ, അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു തുടർന്നോളൂ. ശാഫിഈ മദ്ഹബിലെ ഇമാമിങ്ങൾ അങ്ങനെയാ പറയുന്നു, കുഴപ്പമില്ല. അല്ലെങ്കിൽ ഞങ്ങളുടെ കിതാബിൽ പറഞ്ഞതുപോലെ ജീവിച്ചോളൂ. ഇത് തന്നെയാണ് എല്ലാ ഇമാമികളും പറയുന്നത്. അവര് തമ്മിൽ ആരോപണമില്ല, അവർ തമ്മിൽ അഭിമാനിക്കലില്ല, അവര് തമ്മിൽ ആക്ഷേപിക്കലില്ല. പരസ്പര ബഹുമാനവും സ്നേഹവുമാണ്. എല്ലാ മദ്ഹബും, 4 മദ്ഹബും 4 ഇമാമിങ്ങളെയും അവരെ കീഴിലുള്ളവരെയും അംഗീകരിക്കുന്നു. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായത്തിലെ ഉലമാ. ഏതുപോലെ കഴിഞ്ഞുപോയ അമ്പിയാക്കൾ, മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ജനത മൂസാ നബിയെ പിന്തുടർന്ന് ജീവിച്ചാൽ മതി. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ജനത ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ പിന്തുടർന്ന് ജീവിച്ചാൽ മതി. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്തുള്ളവർ ആദം നബിയുടെ നിർദ്ദേശം സ്വീകരിച്ച് ജീവിച്ചാൽ മതി. അതേ സമയത്ത് ശാഖാപരമായ ചില വിഷയങ്ങളിൽ എല്ലാ നബിമാർക്കും ഒരേ നിയമം അല്ല. അതുപോലെ ഇമാമിങ്ങൾ, മദ്ഹബിന്റെ ഇമാമിങ്ങൾ, അവർക്കിടയിൽ എല്ലാ വിഷയത്തിലും, ശാഖാപരമായ വിഷയത്തിൽ എല്ലാ വിഷയത്തിലും ഒരേ നിയമം അല്ല. കണ്ടില്ലേ നിങ്ങൾ? വദാവൂദ വസുലൈമാന ഇദ് യഹ്കുമാനി ഫിൽ ഹർസി ഇദ് നഫസതു ഫീഹി ഗനമുൽ ഖൗമി വകുന്നാ ലിഹക്മിഹിം ശാഹിദീൻ ഫഫഹംനാഹാ സുലൈമാന വകുല്ലൻ ആതൈനാഹു ഹുക്മൻ വഇൽമാ. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. നമുക്ക് നാളെയും പ്രസംഗമുണ്ട്. പ്രസംഗം ധാരാളം കേൾക്കേണ്ടവർക്കൊക്കെ എല്ലാ വിഷയത്തിലും CD ഉണ്ട്. കഴിഞ്ഞ വർഷം നമ്മൾ ഇവിടെ പ്രസംഗിച്ച മദ്ഹുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിന്റെ മദ്ഹിന്റെ CD ഇപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ട്. അങ്ങനെ ഈ കൊല്ലത്ത് ഇൻഷാ അല്ലാഹ് അടുത്ത കൊല്ലം പുറത്തിറക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെയാണ് സാധാരണ. 5 CD ഉണ്ട്, ആവശ്യമുള്ളവർക്ക് അത് വാങ്ങാം. അതുപോലെ സഹോദരന്മാരെ, മറ്റൊന്ന് ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാം, ജിഹാദ്, ഭീകരത. അതിനെ സംബന്ധിച്ച് ഞാൻ ചെന്നൈയിൽ മദ്രാസിൽ വെച്ച് പ്രസംഗിച്ച പ്രസംഗമാണ്. ഇത് പ്രസംഗിക്കാൻ കാരണം നിങ്ങൾക്കറിയാം. എന്തൊക്കെ സാധനങ്ങളാ തടിയനും മെലിഞ്ഞതും. എന്നിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ, സർവ്വസമുദായങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കാൻ, മുസ്ലിം ചെറുപ്പക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ ആയത്തോതിയിട്ട് ജനങ്ങളെ തീവ്രവാദത്തിലേക്ക് ക്ഷണിക്കുന്നവർ, എല്ലാ
നാശവും മുഴുവൻ നാശവും ഇസ്ലാമിന് വരുത്തി തീർക്കുന്നത് തീവ്രവാദം പ്രചരിപ്പിക്കുന്നവരാണ്. യാതൊരു സംശയവും ഇല്ല. ഞാൻ സിറാജുൽ ഹുദയുടെ സമ്മേളനത്തിന്റെ സമാപനത്തിലും വളരെ വിശദമായി സംസാരിച്ചിട്ടുണ്ട് ആ വിഷയം. കാരണം അതിനേക്കാളൊക്കെ വിശദീകരിച്ച് 2 മണിക്കൂറിലധികം 3 മണിക്കൂറോളം സംസാരിച്ചാണ് ചെന്നൈയിൽ. ഒരിക്കലും മുസ്ലിമീങ്ങൾ പെട്ടുപോകണ്ട. വിവരമില്ലാത്ത ആളുകൾ ക്ലാസ് എടുക്കും. ബദർ യുദ്ധം നടന്നിട്ടില്ലേ? ഉഹദ് യുദ്ധം നടന്നിട്ടില്ലേ? ബദർ യുദ്ധം ഉഹദ് യുദ്ധമൊക്കെ തീവ്രവാദ. ഞാൻ വിശദമായി ആ CD-യിൽ പറഞ്ഞിട്ടുണ്ട്. തീവ്രവാദിന്റെ സ്വഭാവം എന്താ? കുറച്ച് ബോംബുണ്ടാക്കുക, വേണ്ടി രാത്രി ആരും കാണാതെ പോയിട്ട് ഒളിച്ചു നിന്ന് ഏതെങ്കിലും ഒരു തന്റെ പുറക്കൊരു കയറും, അല്ലെങ്കിൽ ഒരു ഓഫീസിന് ഒരു കയറും. എന്നിട്ട് ഇവർ ഒളിച്ചു കളി, ഇവരും ഇതിന്റെ ആൾക്കാർ ഒളിച്ചു കളി. നേരം വെളുത്തപ്പോ ഏത് കക്ഷിയുടെ ഓഫീസിനാണോ വീടിനാണോ ഏറ് കിട്ടിയത് അവന്റെ സമുദായം, അതേ സമുദായമായ അവന്റെ സമുദായമല്ലേ അവന്റെ പാർട്ടി, ആൾക്കാർ പുറത്തിറങ്ങി അവൻ തെറ്റിദ്ധരിക്കുന്ന സമുദായത്തിലോ പാർട്ടിയിലോ പെട്ട ആളുകളെ മുഴുവനും ആക്രമിച്ച് സ്ത്രീകളെ നിലത്ത് വലിച്ചിട്ട് ചിലപ്പോൾ ബലാത്സംഗം ചെയ്ത് കൊള്ളയടിച്ച് സുബ്ഹാനല്ലാഹ് മുഴുവൻ കത്തിച്ച് നാടൊട്ടാകെ നാശം. ഇങ്ങനെയാണോ ബദർ യുദ്ധം? ബദർ യുദ്ധം നബിയും സഹാബത്തും 4 ബോംബുണ്ടാക്കിയിട്ട് ആരും കാണാണ്ട് രാത്രി പോയിട്ട് ഒരൊറ്റ ഏറി എറിഞ്ഞൊരു ഒരോട്ട, അതാ ബദർ യുദ്ധം? ഒരു ബോംബ് എറിഞ്ഞ് ഓടിയതാ. ബദർ യുദ്ധത്തിന്റെ പേര് പറയാൻ പാടില്ല തീവ്രവാദി. ജിഹാദിന്റെ പേര് പറയാൻ പാടില്ല തീവ്രവാദി. ജിഹാദ് എന്താണ്? ഇസ്ലാമിൽ ജിഹാദ് ഉണ്ട്, ബദർ യുദ്ധമുണ്ട്, ഉഹദ് യുദ്ധമുണ്ട്. അതില്ലാതെ ആരും പറയുന്നില്ല. അതെല്ലാ രാഷ്ട്രത്തിനും യുദ്ധം ആവശ്യമായി വരും. യുദ്ധം ഏത് രാഷ്ട്രത്തിനും ആവശ്യം. ഇന്ത്യ രാജ്യത്ത് യുദ്ധത്തിന് വേണ്ടി തന്നെ എത്ര കോടിക്കണക്കിന് രൂപയുടെ ആയുധം സൂക്ഷിച്ചിട്ടുണ്ട്, എത്ര കോടി ദിവസേന ശമ്പളം കൊടുക്കുന്നുണ്ട് യുദ്ധത്തിന് വേണ്ടി. അതെന്താ കാരണം? ഇല്ലെങ്കിൽ നമ്മളെ രാഷ്ട്രം സംരക്ഷിക്കാൻ കഴിയൂല. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ചെന്നപ്പോൾ മദീന എന്ന രാഷ്ട്രത്തിന്റെ തലവനാണ് മുഹമ്മദ് റസൂലുള്ളാഹി. ആ ഭരണാധികാരിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ജീവിക്കുന്ന മുസ്ലിങ്ങളുണ്ട്, അമുസ്ലിങ്ങളുണ്ട്, പൗരന്മാർ. ആ പൗരന്മാരുടെ സംരക്ഷണത്തിന്, ആ രാഷ്ട്രത്തിന്റെ സംരക്ഷണത്തിന് യുദ്ധം ചെയ്തിട്ടുണ്ട്. അതേത് രാഷ്ട്രത്തിനും ആവശ്യമായി വരും. അതാണ് ജിഹാദ്, ഇസ്ലാമിന്റെ യുദ്ധം. അല്ലാതെ തീവ്രവാദമല്ല, ഭീകരവാദമല്ല. അത് വിശദമായി സംസാരിച്ചതാണ് ഇസ്ലാം, ജിഹാദ്, ഭീകരത. ആ CD കേട്ടു നോക്കണം എല്ലാവരും. ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു, മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും അടങ്ങുന്ന 600ഓളം സ്റ്റാഫുകളെ ഒരുമിച്ച് കൂട്ടിയിട്ട് നടത്തിയതാണ് മനുഷ്യന്റെ മഹത്വം. മനുഷ്യൻ തന്നെ മറ്റു ജീവികളെ പോലെയല്ല. വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തി എല്ലാവരും കേട്ടു നോക്കണം. അതുപോലെ ഒരുപാട് സീഡികളുണ്ട് കേൾക്കാം. ഞാൻ എന്റെ വിഷയത്തിലേക്ക് തന്നെ പോകുന്നു. പറഞ്ഞു വന്നത് അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തേക്ക് അല്ലാഹു ധാരാളം ഖൈർ നൽകി. ആ ധാരാളം ഖൈർ എന്നതിൽ പെട്ടതാണ് അവിടുത്തെ സമുദായത്തിലെ ആലിമീങ്ങളായ ഇമാമീങ്ങൾ. ഇമാം റാസി റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു, നീ നോക്കൂ, ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം, രണ്ടും റസൂലാണ്, നബിയാണ്. ദാവൂദ് നബി അലൈഹി സ്വലാമിന്റെ അടുക്കൽ ഒരു കൂട്ടർ വന്നു. ഞങ്ങളുടെ തോട്ടം, ആ തോട്ടത്തിലുള്ള കൃഷി മുഴുവനും ഇവരുടെ ആടുകൾ തിന്ന് നശിപ്പിച്ചു കളഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾക്ക് നഷ്ടപരിഹാരം വേണം. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കൽ വന്നു വിധി ചോദിച്ചപ്പോൾ ദാവൂദ് നബി അലൈഹിസ്സലാം ആ തോട്ടത്തിന് എത്ര വിലക്കുണ്ട് എന്ന് വില കെട്ടി അതിന്റെ സംഖ്യ തീരുമാനിച്ചു. ഇവരുടെ ആട് എത്ര വിലക്കുണ്ട് എന്ന് വില കെട്ടി അതിന്റെ സംഖ്യയും തീരുമാനിച്ചു നോക്കുമ്പോ തുല്യമാണ്. ആടിന്റെ വിലയും തോട്ടത്തിന്റെ നശിപ്പിക്കപ്പെട്ട തോട്ടത്തിന്റെ വിലയും തുല്യമാണ്. ദാവൂദ് നബി അലൈഹി സ്വലാം പറഞ്ഞു, തോട്ടത്തിന്റെ ആളുകൾക്ക് നഷ്ടപരിഹാരമായി ആട്ടിനെ കൊടുക്കണം, രണ്ടും തുല്യ വിലയാ. പക്ഷേ നിങ്ങളറിയോ, അത് ദാവൂദ് നബിയുടെ തീരുമാനമാണ്. ഖുർആൻ അത് പറയുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. അതേ പ്രശ്നം നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാമിന്റെ അടുക്കലെത്തി.
സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്തു ചെയ്തു? ബാപ്പയായ ദാവൂദ് നബി അലൈഹിസ്സലാം വിധിച്ച വിധി അല്ല പറഞ്ഞത്, വേറൊരു വിധിയാണ്. ഇതുപോലെ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു വിധിച്ച വിധിയല്ല ശാഫി ഇമാമിന്റെ വിധി. ഖുനൂത്ത് ഓതുന്ന വിഷയത്തിൽ ഖുനൂത്ത് വേണമെന്ന് എല്ലാവരും പറഞ്ഞു, പക്ഷേ വിത്റിൽ ഖുനൂത്ത് ഓതണമെന്നാണ് ഇമാം അബൂ ഹനീഫ. അതേസമയത്ത് സുബ്ഹിൽ ഖുനൂത്ത് ഓതണമെന്നാണ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുമാ. ഇതുപോലെ നബിയും റസൂലുമായ സുലൈമാൻ നബി അലൈഹിസ്സലാം ഇതേ വിഷയത്തിൽ തീരുമാനം കൈക്കൊള്ളുകയാണ്. എങ്ങനെയാണ് കൈക്കൊണ്ടതെന്നറിയോ? കൃഷിയുടെ ഉടമസ്ഥന്മാരോട് പറഞ്ഞു, തൽക്കാലം നിങ്ങൾ കൃഷിസ്ഥലം ആട്ടിന്റെ ഉടമകൾക്ക് വിട്ടുകൊടുക്കണം. ആട്ടിന്റെ ഉടമകളോട് പറഞ്ഞു, നിങ്ങൾ തൽക്കാലം ആടുകളെ കൃഷിയുടമകൾക്ക് വിട്ടുകൊടുക്കണം. ഇത് രണ്ടും താൽക്കാലികമാണ്. കൃഷിയുടമകൾ ആട്ടിനെ വിട്ടുവാങ്ങിയിട്ട് ആട്ടിന്റെ പാലും മറ്റും അവർക്ക് ഉപയോഗിക്കാം. അതേ സമയത്ത് അതേ കൃഷിയുടമകളിൽ നിന്ന് വിട്ടുവാങ്ങുന്ന സ്ഥലം ആട്ടിന്റെ ഉടമകൾ അവിടെ കൃഷി ഇറക്കണം. കൃഷി ചെയ്ത് നേരത്തെ ആടുകൾ തിന്നു നശിപ്പിക്കുമ്പോൾ എത്രയാണോ കൃഷി ഉണ്ടായിരുന്നത്, അതുപോലെ കൃഷിയായി കഴിഞ്ഞാൽ ആട്ടിന്റെ ഉടമസ്ഥന്മാർ കൃഷിയടക്കം കൃഷിസ്ഥലം കൃഷിയുടെ ഉടമകൾക്ക് തിരിച്ചു കൊടുക്കണം. ആട്ടിന്റെ ഉടമസ്ഥന്മാർക്ക് ആട്ടിനെയും തിരിച്ചു കൊടുക്കണം. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ വിധിയാണ്. അല്ലാഹു പറയാണ്, വദാവൂദ വസുലൈമാന ഇദ് യഹ്കുമാനി ഫിൽ ഹർസി ഇദ് നഫസത് ഫീഹി ഗനമുൽ ഖൗമി വകുന്നാ ലിഹുക്മിഹിം ശാഹിദീൻ. ദാവൂദ് നബിയുടെ വിധിക്കും സുലൈമാൻ നബിയുടെ വിധിക്കും നമ്മൾ സാക്ഷിയാണ് നബിയേ, നമ്മൾ സാക്ഷിയായി തന്നെയുള്ള വിധിയാണ്. ഫഫഹംനാ സുലൈമാൻ നബി അലൈഹിസ്സലാമിന് ആ വിധിയിൽ കൂടുതൽ അറിവ് നൽകി. സുലൈമാൻ നബിയുടെ വിധി അനുസരിച്ച് ആട്ടിന്റെ ഉടമകൾക്ക് ആട് നഷ്ടപ്പെടുന്നില്ല, കൃഷി ഉടമകൾക്കും ഒന്നും നഷ്ടപ്പെടുന്നില്ല. അതാണ് കൂടുതൽ ഉഷാറായ വിധി. രണ്ട് വിധിയും ശരി തന്നെയാണ്. ദാവൂദ് നബിക്ക് അബദ്ധം പറ്റിയിട്ടില്ല, സുലൈമാൻ നബിക്കും അബദ്ധം പറ്റിയിട്ടില്ല. രണ്ടാൾക്കും വിധിക്കാനുള്ള അറിവും തീരുമാനിക്കാനുള്ള അധികാരവും നമ്മൾ കൊടുത്തതാണ് നബിയേ. രണ്ട് നബിയും സ്വർഗത്തിലേക്ക് നയിക്കുന്ന നേതാക്കളാണ്. പക്ഷേ അവര് രണ്ടാളും വിധിച്ച വിധിയിൽ ശാഖാപരമായ വ്യത്യാസമുണ്ട്. ഇതുപോലെ നിങ്ങൾ കണ്ടില്ലേ, ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ ഉമ്മത്തിലുള്ള ഇമാമീങ്ങളായ ആലിമീങ്ങൾ അവർക്കിടയിൽ ശാഖാപരമായ വിധത്തിലുള്ള വ്യത്യാസമുണ്ടെങ്കിലും അടിസ്ഥാനപരമായി അവരെല്ലാവരും വിജയികളും മഹാന്മാരും അവരുടെ തീരുമാനം അംഗീകരിക്കപ്പെടാവുന്നതും പെടേണ്ടതും തന്നെ. ഓ മുസ്ലിമീങ്ങളെ, ആലിമീങ്ങളാണ് ഈ ഇന്നാഅതൈനാകുൽ കൗസർ എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശം ഒരു തഫ്സീറാണ്. അഞ്ചാമത്തെ തഫ്സീർ എന്താണ്? ഇന്ന് 15 ഞാൻ പറയുന്നില്ല, ബാക്കി ഇൻഷാ അല്ലാഹ് ഞാൻ നാളെ പറയും. അഞ്ചാമത്തെ തഫ്സീർ എന്താണ്? അൽ കൗസറു ഹിയൻ നബുവ്വ. അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നബുവത്ത് നൽകി. അത് മറ്റുള്ള നബിമാർ കൊടുത്തതുപോലെയല്ല. പിന്നെയോ, നേരത്തെ ഈജിപ്തിലുള്ള പണ്ഡിതൻ പ്രസംഗിച്ചപ്പോ നിങ്ങളോട് പറഞ്ഞില്ലേ, അതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ തങ്ങളെ മൗലിദ് ഓതിയിട്ടുണ്ട്. ആ മൗലിദാണ് ഞാൻ നിങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതെന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ഓതിയതിൽ തന്നെ എന്താ പറഞ്ഞത്? സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ എന്റെ മുൻകാലത്ത് കഴിഞ്ഞുപോയ അമ്പിയാക്കൾ ഇബ്രാഹിം നബിയുടെ ദുആ, എന്റെ ഉമ്മയുടെ സന്തോഷ വാർത്ത, ആ ഉമ്മയല്ലേ ഷാമിലുള്ള കൊട്ടാരങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രസവിക്കപ്പെടുന്ന സമയത്തുണ്ടായ പ്രകാശത്തിലൂടെ കണ്ടുവെന്ന് പറഞ്ഞത്. അത് ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങളോട് അദ്ദേഹം പ്രസംഗിച്ചു. അദ്ദേഹം പറഞ്ഞു, ആമിനബി കണ്ടോ, നിങ്ങൾ വിലായത്തിന്റെ മർത്തബയുള്ള ആളാണെന്നല്ലേ അതറിയിക്കുന്നത്. കാരണം ഷാമിലുള്ള കൊട്ടാരം പ്രകാശത്തിലൂടെ കണ്ട മഹദിയല്ലേ ബീവി ആമിന.
അല്ലാഹുവിന്റെ റസൂലിനെ പ്രസവിക്കുമ്പോഴേക്ക് വിലായത്തിന്റെ വർത്തബയിലേക്ക് ആ ഉമ്മ കയറിപ്പോയില്ലേ? ഷാമിലുള്ളത് ഇവിടെ വെച്ച് കണ്ടില്ലേ? അല്ല പറഞ്ഞില്ലേ, കുന്തുലഹു സമഅൻ വബസറാ, ഔലിയാക്കളുടെ കാഴ്ചയും കേൾവിയും അതാ മറ്റുള്ളവരുടേതുപോലെയല്ലെന്ന്. ആ കാഴ്ച ആ ഉമ്മക്ക് കിട്ടിയെന്നാണ് അദ്ദേഹം നേരത്തെ പ്രസംഗത്തിൽ പറഞ്ഞത്. ഓ മുസ്ലിമീങ്ങളെ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞില്ലേ, കുന്തു നബിയ്യൻ വ ആദമു ലമുൻജദിലു ഫീ തീനതിഹി, ആദം നബി കളിമണ്ണിലായിരുന്ന സമയത്ത് തന്നെ ഞാൻ നബിയാണ് കേട്ടോ, ഞാൻ അന്ന് തന്നെ നബിയാണ് കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നബുവത്ത് ലോകത്തുള്ള മുഴുവൻ നബിമാർക്കും നൽകുന്നതിന് മുമ്പ് നബുവത്തിന്റെ സ്ഥാനം നൽകി വെച്ച മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി അത് പ്രായോഗിക രംഗത്ത് 40ാമത്തെ വയസ്സിലാണ് കൊടുക്കുന്നത്. അതേ സമയത്ത് സ്ഥാനം നേരത്തെ തന്നെ അവരോധിച്ചു വെച്ചിട്ടുണ്ട്. ആ നബുവത്ത് അതാ മറ്റുള്ളവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായ നിലയ്ക്ക് നബുവത്ത് കിട്ടിയ ആളാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇത് 5ാമത്തെ ഒരു തഫ്സീർ. ഇനിയും 10 തഫ്സീർ കൂടി ഇമാം റാസി അവിടുത്തെ തഫ്സീറിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാ തഫ്സീറും ശരിയാണെന്നും അതിന്റെ അർത്ഥമാണെന്നും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആരാണ്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊരുത്തം കിട്ടിയ മഹാനാണ്. പൊരുത്തം കിട്ടാന് പ്രത്യേകം പൊരുത്തം കിട്ടലുണ്ട് ചിലർ. അതിനെന്തേ കാരണം? ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിസർജന ആവശ്യത്തിന് വേണ്ടി പോയി. മടങ്ങി വരുമ്പോൾ ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു ഒരാള്, ആവശ്യത്തിനുള്ള വെള്ളം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ആരാണ് ഈ വെള്ളം കൊണ്ടുവന്ന് വെച്ചത്? പറഞ്ഞു, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ. നബി സല്ലല്ലാഹു അലൈഹി പിതൃ സഹോദരൻ അബ്ബാസ് റളിയല്ലാഹുവിന്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ഞത്ത് കൈവച്ചു, അല്ലെങ്കിൽ കൂട്ടിപ്പിടിച്ചു. എന്നിട്ട് ഒരൊറ്റ ദുആ, അല്ലാഹുമ്മ ഫഹിംഹു അല്ലാഹുമ്മ അല്ലിംഹുൽ ഖുർആൻ അല്ലാഹുമ്മ ഫഖിഹുഹു ഫിദ്ദീൻ. അല്ലാഹുവേ, ഈ കുട്ടിയെ, ചെറിയ കുട്ടിയാണ്, ഈ കുട്ടിയെ നീ ദീനിൽ വിവരമുള്ള ആളാക്കണം അല്ലാഹ്. ഖുർആൻ നീ പഠിപ്പിച്ചു കൊടുക്കണം അല്ലാഹ്. അതുകൊണ്ട് തന്നെ ലോകത്ത് ഖുർആനിന്റെ വ്യാഖ്യാനം പറഞ്ഞ മുഴുവൻ പണ്ഡിതന്മാരുടെയും നേതാവായി അറിയപ്പെടുന്ന ലോകപ്രശസ്ത പണ്ഡിതനാണ് സ്വഹാബത്തിൽ ചെറുപ്പക്കാരൻ കുട്ടിയായിരുന്ന സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വരെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ചില കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കും. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു വരെ പുത്തനാശയക്കാരായ ഖവാരിജുകൾ ഇറങ്ങി സുന്നത്ത് ജമാഅത്തുകാരൊക്കെ ശിർക്ക് ചെയ്ത മുശ്രിക്കുകളാണെന്ന് പറഞ്ഞപ്പോ അവരോട് വാദപ്രതിവാദം നടത്താൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞയച്ചു. ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തേക്ക് പൊരുത്തം നൽകിയതായിരുന്നു, ദുആ നടത്തി കൊടുത്തതായിരുന്നു. ആ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇന്നാ അഅതൈനാകൽ കൗസർ എന്ന് പറഞ്ഞ അൽ കൗസർ എന്നതിന് 15ഓളം തഫ്സീറുകൾ ഉദ്ധരിച്ച ഇമാം റാസി അവസാനം പറയുന്ന അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇപ്പറഞ്ഞതെല്ലാം അതിന്റെ വ്യാഖ്യാനം തന്നെയാണ്. ഇൻഷാ അല്ലാഹ് 10 കൂടി പറയാനുണ്ട്. അത് അല്ലാഹു തൗഫീഖ് ചെയ്താൽ ഞാൻ നാളെ പറയും. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു കൊടുത്ത ഖൈറിന് എണ്ണവും കണക്കും ഇല്ല. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിമിത്തമായിട്ടാണ് ലോകത്തുള്ള മുഴുവൻ ഖൈറും നമുക്ക് ലഭിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, മുസ്ലിമീങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആൺമക്കളെല്ലാം മരണപ്പെട്ടുപോയി. അവിടുന്ന് ക്ഷമിച്ച് നമുക്ക് കാണിച്ചു തന്നു. കാരണം മുസീബത്തുകളിൽ ക്ഷമിക്കണം, അത് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇക്കാരണം കൊണ്ട് എത്രയെത്ര വലിയ വലിയ മഹാന്മാരുണ്ടായി ഈ സമുദായത്തിൽ എന്നറിയോ? ഒരു ചെറിയ ചരിത്രം ബറക്കത്തിന് പറഞ്ഞ് ഞാൻ ഇന്നെന്റെ പ്രസംഗം നിർത്തുന്നു.
എന്റെ ചെറുപ്പക്കാരെ എഴുന്നേറ്റ് നിൽക്കണം. ദൂരെ നിൽക്കുന്ന മുഅ്മിനീങ്ങൾ സദസ്സിലേക്ക് വരണം. അല്ലാഹു നമ്മുടെ മജ്ലിസ് ഇജാബത്തുള്ള മജ്ലിസായി ഖബൂൽ ചെയ്യട്ടെ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖൈറിനെ സംബന്ധിച്ച് അറിയാത്ത ഒരു സൃഷ്ടിയും ഇല്ല കേട്ടോ. ഒരു കല്ലുമില്ല, മുള്ളുമില്ല, മരവുമില്ല, യാതൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖൈറ്, അവിടുത്തെ എന്തെല്ലാം ഖൈറുകളാണ്, ഏതെല്ലാം വിധത്തിലുള്ള ഖൈറുകളാണ്, അതുണ്ടോ നമുക്ക് പറഞ്ഞു തീർക്കാൻ കഴിയുന്നു? മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്ത് എന്ന് ഇസ്ലാം മതം സ്വീകരിച്ച് ഇസ്ലാമിന്റെ വിജ്ഞാനം ധാരാളം നേടിയെടുത്ത വലിയ മഹാനായ സഹാബിയാണ് സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ആ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മക്കളെ ഇപ്പൊ കസേരനെ കണ്ട കസേര വേണേ തീർന്നിട്ട് നമുക്ക് നീട്ടിക്കുക, ഇല്ലെങ്കിലും അവിടെ തന്നെ വെച്ചാലും വരാനൊന്നുമില്ല. നാളെ വേറെ ഇവിടെ മദ്രസ നടത്താനില്ലല്ലോ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഇൽമു പഠിക്കാൻ വലിയ താല്പര്യം കാണിച്ച സയ്യിദുനാ അബൂ ഹുറൈറ സ്വന്തം ഉമ്മ മുസ്ലിമല്ല, സ്വന്തം ഉമ്മാനെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചിട്ട് ഉമ്മ ഇസ്ലാം മതം സ്വീകരിക്കുന്നില്ല, നബിതങ്ങളുടെ നേതൃത്വം അംഗീകരിക്കുന്നില്ല. ബാപ്പയും ഉമ്മയും ശരിയായ വഴിയിൽ വരാതിരിക്കുമ്പോ മക്കൾക്ക് വലിയ സങ്കടമുണ്ടാവുക സ്വാഭാവികമാണ്. എന്നാൽ അതിന്റെ എത്രയോ ഇരട്ടി സങ്കടം പോറ്റി വളർത്തിയ മക്കൾ പറയുന്നതനുസരിക്കാതിരിക്കുമ്പോ, പറഞ്ഞങ്ങൾ കേൾക്കാതിരിക്കുമ്പോ, സ്വന്തം ബാപ്പനെ തള്ളുമ്പോ, ഉമ്മാനെ തള്ളുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസം അത് ചെറുതല്ല കേട്ടോ. അതുകൊണ്ടാണ് ചെറുപ്പക്കാരികളെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? അല്ലാഹുവിന്റെ വീടല്ലേ കഅബ. ആ കഅബ ശരീഫിലേക്ക് പോകുക എന്നത് അല്ല വിളിച്ചിട്ടുള്ള യാത്രയല്ലേ. പക്ഷേ ബാപ്പന്റെ സമ്മതം വേണം, ഉമ്മാന്റെ സമ്മതം വേണം. ബാപ്പന്റെ സമ്മതം ഹജ്ജിന് പോകാൻ വേണം, ഉമ്മാന്റെ സമ്മതം വേണം. സുന്നത്തായ ഹജ്ജിനിറങ്ങുമ്പോ ബാപ്പ പോകണ്ടെന്ന് പറഞ്ഞാൽ, ഉപ്പാപ്പ പോകണ്ടെന്ന് പറഞ്ഞാൽ, ഉമ്മയോ ഉമ്മാമയോ പോകണ്ടെന്ന് പറഞ്ഞാൽ ഹജ്ജിനും പോകാൻ പറ്റൂല കേട്ടോ. ഇനിയും നിങ്ങളൊന്ന് ഗ്രഹിക്കൂ ചെറുപ്പക്കാരെ, അള്ളയുമായുള്ള സംഭാഷണമല്ലേ നിസ്കാരം. പക്ഷേ ആ നിസ്കാരം സുന്നത്തായ നിസ്കാരമാണോ? എന്നാൽ സുന്നത്തായ നിസ്കാരം നടത്തുന്ന സമയത്ത് ബാപ്പ വിളിച്ചാൽ, ഉമ്മ വിളിച്ചാൽ ഉത്തരം ചെയ്തില്ലെങ്കിൽ അവർക്കതാ മനക്ലേശമുണ്ടാകുമെന്ന് തോന്നുകയാണെങ്കിൽ അള്ളയുമായുള്ള സംഭാഷണം കൈയൊഴിച്ചിട്ട് ബാപ്പാന്റെ വിളിക്കുത്തരം ചെയ്യണം കേട്ടോ, ഉമ്മാന്റെ വിളിക്കുത്തരം ചെയ്യണം കേട്ടോ. ബാപ്പയും ഉമ്മയും ചില്ലറ സംഗതിയല്ല, അത് ഏറ്റവും വലിയ കാര്യമാണ്. അനിഷ്കുറുനി വലിവാലിദൈകി, നിങ്ങൾ എനിക്കും മാതാപിതാക്കൾക്കും നന്ദി ചെയ്യണമെന്ന് ഖുർആൻ വെറുതെ പറഞ്ഞതല്ല. ഇബ്ലീസ് പലതും മനസ്സിൽ തോന്നിപ്പിക്കും. ബാപ്പ എന്നോട് അങ്ങനെ ചെയ്തു, ഉമ്മ എന്നോട് ഇങ്ങനെ ചെയ്തു, ഉമ്മ അങ്ങനെയല്ലല്ലോ എന്നോട് പറയേണ്ടത്, ബാപ്പ ഇങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത് എന്നൊക്കെ തോന്നിപ്പിക്കുന്ന മുഴുവൻ തോന്നലും ശൈത്താൻ തോന്നിപ്പിക്കുന്ന തോന്നലാണ് കേട്ടോ. ബാപ്പയും ഉമ്മയും അത് ചെറിയ സംഗതിയല്ല. ഇരിക്കട്ടെ, ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഏത് മനുഷ്യൻ ഏത് തെറ്റ് ചെയ്യുമ്പോഴും അവന്റെ മനസ്സിൽ ശൈത്താൻ അതിന്റെ ന്യായം ഇങ്ങനെ തോന്നിപ്പിക്കും. അതാണ് ന്യായമെന്ന് ഇബ്ലീസ് തോന്നിപ്പിക്കും. അതിന് പല കാരണങ്ങളും ഇബ്ലീസ് തോന്നിപ്പിക്കും. അത് ഇബ്ലീസിന്റെ തോന്നിപ്പിക്കലാണെന്ന ബോധം നമുക്ക് വേണം. കള്ളു കുടിക്കുന്നവൻ കള്ളു കുടിക്കുമ്പോ അവന്റെ മനസ്സിൽ ചെറിയ ന്യായങ്ങൾ ഇബ്ലീസ് തോന്നിപ്പിക്കും.
വ്യഭിചരിക്കുന്നവന് വ്യഭിചരിക്കാൻ ന്യായം തോന്നിപ്പിക്കും. ഒന്നുമില്ലെങ്കിൽ ഈ ഒരൊറ്റ പ്രാവശ്യം ഞാൻ കുടിക്കും, അല്ല ഈ ഒരൊറ്റ പ്രാവശ്യം ഞാൻ തെറ്റ് ചെയ്യും, പിന്നെ ഞാൻ റബ്ബിനോടങ്ങ് പൊറുപ്പിക്കും എന്നൊക്കെ റബ്ബിനെതിരായി പിശാച് തോന്നിപ്പിക്കും. അതുകൊണ്ട് ഇമാം ബൂസരി തങ്ങൾ പ്രത്യേകം പറഞ്ഞത് തടീച്ചക്ക് വഴിപ്പെട്ടിട്ട് അതുകൊണ്ട് നിന്റെ ശരീരത്തെ തൃപ്തിപ്പെടുത്താമെന്ന് നീ ഒരിക്കലും ധരിക്കണ്ട കേട്ടോ. ഭക്ഷണം കഴിക്കാൻ താല്പര്യമുള്ള മനുഷ്യൻ ഒരിക്കൽ ഭക്ഷണം കഴിച്ച് നിറഞ്ഞാൽ പിന്നെ കഴിക്കൂല എന്ന് തീരുമാനിച്ചിട്ട് കാര്യമില്ല, പിന്നെയും കണ്ടാൽ അവൻ കഴിച്ചു പോകും കേട്ടോ. ഒരിക്കലും ശരീരത്തെ കൊടുത്ത് തൃപ്തിപ്പെടുത്താൻ കഴിയൂല. അതുകൊണ്ട് രണ്ട് ശത്രുക്കളെ നീ ശരിക്ക് കണക്കിലെടുക്കണം. ശൈത്താനും നിന്റെ ശരീരവും നിന്നോട് പല ഉപദേശവും നൽകും. അങ്ങനെയാണ് ശരി, ഇങ്ങനെയാണ് ശരി, അയാൾ ചെയ്ത് ശരിയല്ല, ഉമ്മ ചെയ്തത് ശരിയല്ല, ബാപ്പ ചെയ്തത് ശരിയല്ല, ഉസ്താദ് അപ്പറഞ്ഞത് ശരിയല്ല, ഉസ്താദ് അത്ര പോലെ ചിന്തിച്ചിട്ടില്ല, ഉസ്താദ് അത് വേണ്ടതുപോലെ പഠിച്ചിട്ടില്ല എന്നൊക്കെ ശൈത്താൻ ഇങ്ങനെ തോന്നിപ്പിക്കും. അതെല്ലാം നിന്നെ കൊടുക്കാനുള്ള കെണിവലയാണ് കേട്ടോ. ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചും നീ നിന്റെ ശൈത്താനിന് വഴിപ്പെടാതെ, ശരീരച്ചക്ക് വഴിപ്പെടാതെ ഹിദായത്തിന്റെ വെളിയിലേക്ക് വെളിച്ചത്തിലേക്ക് പോകാൻ തന്നെ ശ്രമിക്കണം. അതിന് റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്റെ ഉമ്മാനെ ഞാൻ പലപ്പോഴും ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു, പക്ഷേ ഉമ്മ മുസ്ലിമയില്ലെന്ന് മാത്രമല്ല, ഫദാഉതുഹാ യൗമൻ ഫാസ്മഅതിനി ഫീ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ അക്റഹു. ഞാൻ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇസ്ലാമിലേക്ക് എന്റെ ഉമ്മാനെ ക്ഷണിച്ചപ്പോ ഒരു ദിവസം ഉമ്മ റസൂലുള്ളാഹിനെ പറ്റി എനിക്കൊരിക്കലും ഇഷ്ടപ്പെടാത്ത വാക്ക് പറഞ്ഞു കളഞ്ഞു. അതുവരെ എനിക്കത്ര ടെൻഷൻ ഉണ്ടായിട്ടില്ല. ഫാതൈതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മയേക്കാൾ ബാപ്പയേക്കാൾ എല്ലാവരെക്കാളും ഞാൻ സ്നേഹിക്കുന്നത് എന്റെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയല്ലേ. അന്ത ഉമ്മൻ അം അബൂ മറൈന ഫീഹി مثل حسنك قط يا سيدي خير النبي. ബാപ്പയിലും ഉമ്മയിലും ഒന്നും അതുപോലെയുള്ള നന്മയില്ലല്ലോ. ആ ബാപ്പയും ഉമ്മയും ഒന്നും നരകത്തുനിന്ന് രക്ഷപ്പെടുത്താൻ പറ്റൂലല്ലോ, സ്വർഗത്തിലെത്തിക്കുന്നില്ലല്ലോ. അവിടെ എല്ലാം ഉള്ളതൊരേ ഒരു നേതാവല്ലേ, അവരെയും സ്വർഗത്തിലെത്തിക്കേണ്ടത് ആ നേതാവല്ലേ. ആ നബി മുഖേനയല്ലാതെ ഒന്നുമില്ലല്ലോ. ആ നബിതങ്ങളെ എന്റെ ഉമ്മ എന്തോ നബിതങ്ങളെ പറ്റി പറഞ്ഞപ്പോ അതെനിക്ക് വല്ലാത്ത വിഷമമായിട്ട് ഞാൻ വിങ്ങിപ്പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഉമ്മാന്റെ സമീപത്ത് നിറങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെടുക്ക ചെന്നിട്ട് ഞാൻ എന്റെ സങ്കടമങ്ങ് പറഞ്ഞു. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഉദ്ഉല്ലാഹ യഹ്ദിയ ഉമ്മ അബീ ഹുറൈറ. അബൂ ഹുറൈറന്റെ ഉമ്മനെ അള്ളയൊന്ന് നന്നാക്കി തരാൻ, ഹിദായത്ത് കൊടുക്കാൻ തങ്ങളൊന്ന് പടച്ചവരോട് പറയണം നബിയേ. എല്ലാവരുടെ പ്രാർത്ഥനയും ഒരുപോലെയല്ല, മഹാന്മാരുടെ പ്രാർത്ഥനയും സാധാരണക്കാരുടെ പ്രാർത്ഥനയും ഒരുപോലെയല്ല, അമ്പിയാക്കളുടെ പ്രാർത്ഥനയും മറ്റുള്ളവരുടെ പ്രാർത്ഥനയും ഒരുപോലെയല്ല, സജ്ജനങ്ങളെ പ്രാർത്ഥനയും ദുർജനങ്ങളെ പ്രാർത്ഥനയും ഒരുപോലെയല്ല. എന്നാൽ
ഒരിക്കലും ഒരു വിധത്തിലും തള്ളപ്പെടാത്ത ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഞാൻ പോയെന്ന് അപേക്ഷിച്ചു നബിയേ. ഹിദായത്ത് കൊടുക്കുന്ന റബ്ബ് അല്ലാഹല്ലേ, അത് തങ്ങളൊന്നിടപെട്ട് എന്റെ റബ്ബിനോട്, അങ്ങയുടെ റബ്ബിനോട് അബൂ ഹുറൈറയുടെ ഉമ്മക്ക് ഹിദായത്തൊന്ന് ചോദിച്ചു വാങ്ങിത്തരണം നബിയേ. ഫഖാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ ദുആ, അല്ലാഹുമ്മ ഹ്ദി ഉമ്മ അബീ ഹുറൈറ, അബൂ ഹുറൈറയുടെ ഉമ്മയെ നീ ഹിദായത്തിന്റെ വെളിച്ചം കൊടുത്ത് നന്നാക്കണം അല്ലാഹ്. ഫഖറജ്തു മുസ്തബ്ശിറൻ ബിദഅവത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ദുആ കേട്ടപ്പോൾ എന്റെ മനസ്സിൽ എന്തെന്നില്ലാത്ത സന്തോഷം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ ഉമ്മക്ക് ദുആ ചെയ്തില്ലേ? ഫലമ്മാ സിർതു ഇലൽ ബാബി ഫൈദാ ഹുവ മുജാഫ്. ഞാൻ നേരെ എന്റെ വീട്ടിന്റെ വാതിൽക്കലേക്ക് അങ്ങ് ചെല്ലുമ്പോൾ വാതിൽ അടച്ചു വെച്ചിരിക്കുകയാണ്. ഫസമിഅതു ഉമ്മീ ഖസ്ഫ ഖദമയ്യ. എന്റെ കാലിന്റെ ഒച്ച എന്റെ ഉമ്മ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് കേട്ടു. ഉമ്മ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് കേട്ടപ്പോൾ, ശബ്ദം കേട്ടപ്പോൾ എന്നോട് പറഞ്ഞു, മക്കാനക യാ അബാ ഹുറൈറ, അബൂ ഹുറൈറ നീ അവിടെ തന്നെ നിൽക്കൂ. പിന്നെ ഞാൻ കേൾക്കുന്നത് വെള്ളത്തിന്റെ ശബ്ദമാണ്. ഉമ്മ പെട്ടെന്ന് തന്നെ വെള്ളമെടുത്ത് കുളിക്കുകയാണ്. കുളിച്ച് വളരെ പെട്ടെന്ന് അതാ പർദ്ദ ധരിച്ചു. പക്ഷേ മേലങ്കിയിട്ടിട്ടില്ല, മേലെ എടുത്തിട്ട് അതാ തട്ടം പുതച്ചിട്ടില്ല. അത് പുതക്കാത്ത നിലക്ക് പർദ്ദയും ധരിച്ച് തുണിയും ധരിച്ച് ഉമ്മയതാ ഓടി വരുന്നു. മകനായ ഞാനല്ലേ കാണാനുള്ളൂ. ഫഫതഹത്തിൽ ബാബ്. ഉമ്മയുടെ തലയും അതുപോലെ മുഖവുമൊന്നും മകനെ എനിക്ക് കാണുന്നതിന് പ്രശ്നമില്ലല്ലോ. ഞാൻ എന്റെ അടുക്കലേക്ക് അതാ കുപ്പായവും ധരിച്ചു ഉമ്മ ഓടി വന്നിട്ട് വാതിലങ്ങ് തുറന്ന് സുമ്മ ഖാലത്, ഉമ്മയതാ പറയുന്നു, യാ അബാ ഹുറൈറ, അബൂ ഹുറൈറ, അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു. ഷഹാദത്ത് കലിമ ഉമ്മ ഒച്ചത്തിലങ്ങ് ചെല്ലുകയാണ്. സുബ്ഹാനല്ലാഹ്. ഞാനങ്ങ് ചെന്ന് വാതിൽ തുറന്ന ഉടനെ അതിനു മുമ്പ് ഉമ്മയൊന്ന് കുളിച്ച് ഉടനെ തന്നെ ഷഹാദത്ത് കലിമ എന്റെ മുന്നിൽ വന്ന് ഉമ്മയങ്ങ് ചൊല്ലിയപ്പോ ഞാൻ ആ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് തിരിച്ചൊരൊറ്റ ഓട്ടമാണ്. ഇലാ മുഹമ്മദുർ റസൂലില്ലാഹി ഫറജഅതു ഇലാ റസൂലില്ലാഹി യാവാന അബ്കീ മിനൽ ഫറഹ്. ഞാൻ എന്റെ സന്തോഷം കൊണ്ട് കരഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്തേക്ക് ഒരൊറ്റ ഓട്ടമാണ്. നബി തങ്ങളെ സമീപത്ത് ഞാൻ ചെന്നിട്ട് പറഞ്ഞു, വിഷയം പറഞ്ഞു. ഫഹമിദല്ലാഹ വഖാല ഖൈറാ, അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ഖൈറ് അതാ നബി തങ്ങൾ പറഞ്ഞു. ഏറ്റവും വലിയ ഖൈറ് ഹിദായത്താണ്. അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേന തന്നെയല്ലേ എല്ലാവർക്കും ലഭിച്ചത്. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജാഹ് കൊണ്ട്, ബറക്കത്ത് കൊണ്ട്, ഹുർമത്ത് കൊണ്ട് അല്ലാഹ് ഞങ്ങളുടെ മജ്ലിസിന് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാക്കണം അല്ലാഹ്. താനക്കോട്ടൂരിൽ ഇന്ന് മരണപ്പെട്ട അഹമ്മദ് വയനോളി, അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബർ നീ സന്തോഷത്തിലാക്കണം റഹ്മാൻ. ഈ അടുത്ത് മരിച്ചുപോയ ഒരുപാട് ആളുകൾ ഉണ്ട്. ഞാൻ ആരുടെയും പേര് പറയുന്നില്ല. വാഹനാപകടത്തിൽ മരിച്ചുപോയ പേരോട് അബ്ബാസ്, അതുപോലെ ഈ അടുത്ത് വാഹനാപകടത്തിൽ തൂക്കുന്നിൽ മരിച്ചുപോയ അബ്ദുൽ ലത്തീഫ്, അതുപോലെ തുടങ്ങി വാഹനാപകടങ്ങളിൽ മരിച്ച എത്രയോ ആളുകൾ ഉണ്ട്. ഇവിടെ നമ്മുടെ പ്രദേശത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അപകടത്തിൽ മരിച്ചുപോയ അലിഹാജി, മൊയ്തീൻ ഹാജി തുടങ്ങി ഒരുപാട് ആളുകൾ ഉണ്ട്. അള്ളാഹു എല്ലാവരെയും സുഹദാക്കളിൽ പെടുത്തുമാറാകട്ടെ. അല്ലാതെ മരിച്ചുപോയ എത്രയോ ആളുകൾ ഉണ്ട്. എല്ലാവരുടെയും ഖബറിനെ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. ഞാൻ ഇന്നലെ രാത്രി കോഴിക്കോട് ചെറുവണ്ണൂരിൽ നിന്ന് വയല് കഴിഞ്ഞ് വരുമ്പോൾ ബേബി ഹോസ്പിറ്റലിൽ ഒരു ചെറിയ കുട്ടിയെ കാണാൻ കയറി. നമ്മുടെ പൊയിലൂർ കുറ്റ്യാടിയിൽ താമസിക്കുന്ന പന്തലംകണ്ടി ഇബ്രാഹിമിൻ്റെ ചെറിയ കുട്ടി പനിയായിട്ട് കിടക്കുകയാണ്. ഞാൻ കയറി മന്ത്രിച്ചു കൊടുത്ത് രാത്രി ഏകദേശം
1 മണി സമയത്ത്. അങ്ങനെ ഇറങ്ങി ഇന്നിപ്പോൾ വിളിച്ച് ആ കുട്ടിയുടെ പനി വളരെ ബേജാറായിട്ടാണ് ഉള്ളത് എന്ന് ഇന്നലെ പറഞ്ഞിട്ടാണ് ഞാൻ പാതിരക്ക് തന്നെ കയറിയത്. ഇന്ന് വിളിച്ചിട്ട് ആ പനിക്ക് ഡോക്ടർമാരെന്തോ ഒരു പേരിട്ടു എന്ന് പറഞ്ഞു. അള്ളാഹു ഏത് പേര് വിളിച്ചാലും ഏത് പനിയും ഏത് രോഗവും സുഖപ്പെടുത്തുന്ന രാജാവ് നീയാണ്. ആ കുട്ടിയുടെ രോഗം പരിപൂർണമായി നീ സുഖപ്പെടുത്തി കൊടുക്കണം റഹ്മാനെ. ആരോഗ്യത്തോടെ ദീർഘായുസ് നൽകണം റഹ്മാനെ. അതുപോലെ എത്രയോ ആളുകൾ ഒരുപാട് വിഷയങ്ങൾക്ക് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരുണ്ട്. സിറാജുൽ ഹുദയിലേക്ക് നേർച്ചകൾ തന്ന് ഏൽപ്പിച്ചവർ എത്രയോ ഉണ്ട്. സംഭാവനകൾ തന്നവരുണ്ട്, നേർച്ച ചെയ്തവരുണ്ട്. ഈ മജ്ലിസ് സംഘടിപ്പിക്കുന്നതിന് വേണ്ടി അധ്വാനിച്ച പ്രവർത്തകന്മാരുണ്ട്, സഹായിച്ചവരുണ്ട്. നമ്മുടെ മുനീർ സഖാഫി ഈ പരിപാടിയിൽ പൂർണ്ണമായി ഉണ്ടാകേണ്ട ആളാണ്. അള്ളാഹു അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്യട്ടെ. അദ്ദേഹത്തിന് മരിച്ചുപോയ ബാപ്പയുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. അതുപോലെ നമ്മളിൽ മരിച്ചുപോയ എല്ലാവരുടെ ഖബറിനെയും അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. സഹോദരന്മാരെ, എല്ലാവരും നാളെ നേരത്തെ തന്നെ വരണം. നാളെ വളരെ നേരത്തെ നമുക്ക് പരിപാടി നടത്തി അവസാനിപ്പിക്കണം. ഇന്ന് തുടക്കമായതുകൊണ്ട് ഞാൻ മഗ്‌രിബ് ബാങ്ക് കൊടുക്കുമ്പോൾ ഈ ഗ്രൗണ്ടിൽ ഉണ്ട്. പക്ഷേ ഇവിടെ കസേര മാത്രമേ അപ്പോൾ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ അതിലെടുക്ക് ഏറെ കയറേണ്ട 1-2 സ്ഥലത്ത് പോയി ഇവിടെ എത്തി. ഇന്ന് ഉദ്ഘാടന പരിപാടിയൊക്കെ ആയിട്ട് കുറച്ച് സമയം നീണ്ടുപോയി. എന്നാലും സാധാരണ നിലക്ക് വേദ നിർത്തുന്ന സമയമായിട്ടേ ഉള്ളെങ്കിലും നാളെ അങ്ങനെയല്ല. നാളെ നേരത്തെ വേദ നിർത്തണം. എനിക്ക് മറ്റന്നാൾ മംഗലാപുരത്ത് നിന്ന് ഏകദേശം 100-150 കിലോമീറ്റർ അകലെ പരിപാടിയാണ്. അതിൻ്റെ പിറ്റേന്ന് അതിനേക്കാണപ്പുറം പരിപാടിയാണ്. അങ്ങനെ കുറേ ദിവസമായിട്ട് തീരെ ഉറങ്ങാത്തതും വളരെ ക്ഷീണവും ഉണ്ട്. അതുകൊണ്ട് നാളെ നേരത്തെ പരിപാടി കഴിക്കണം. കൊണ്ട് നേരത്തെ എല്ലാവരും വരണം. അള്ളാഹു നമ്മുടെ അമലുകളെല്ലാം സാലിഹായ അമലായി സ്വീകരിക്കട്ടെ. പിന്നെ സ്ത്രീകളെടുത്ത് സംഘാടകർ കവർ കൊടുത്തയക്കുന്നുണ്ട്. അവർക്ക് നല്ല സംഭാവനകൾ കൊടുത്തയക്കണം. ഈ പരിപാടിക്ക് വലിയ ചെലവുണ്ടാകും. അതിൻ്റെ പുറമെ എന്തെങ്കിലും ഇതിൽ നിന്ന് കൂടുതൽ ഉണ്ടെങ്കിൽ അത് നമ്മുടെ സ്ഥാപനത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി, ദീനിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുക. അല്ലാതെ ആരും ഇതുകൊണ്ടൊരു നയാകാശം എടുക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും നല്ല സംഭാവനകൾ സ്ത്രീകൾ കവറിലിട്ട് കൊടുത്തയക്കണം എന്ന് സംഘാടകർ അറിയിച്ചിട്ടുണ്ട്. പുരുഷന്മാരും നല്ല സംഭാവനകൾ കൊടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അമലുകളെല്ലാം സാലിഹായ അമലായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. എല്ലാവരും പുരുഷന്മാരൊരു തുടക്കം എന്ന നിലയ്ക്ക് ഇന്ന് കയ്യിലുള്ള സംഭാവനകൾ വാങ്ങിത്തരണമെന്ന് സംഘാടകർ പറഞ്ഞതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയാണ്. നാളെയും കൊടുക്കണം, ഇന്നും കൊടുക്കണം, എപ്പോഴും കൊടുക്കണം. എപ്പോഴും കൊടുക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം സാലിഹായ അമലായി സ്വീകരിക്കട്ടെ. ഇവിടെ ഒരു കുറച്ച് സ്വലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ചൊല്ലി നമ്മുടെ മുനീർ സഖാഫിയുടെ ബാപ്പയുടെയും അതുപോലെ ഈ അടുത്ത് നമ്മിൽ നിന്ന് മരിച്ചുപോയ, ഇന്ന് മരിച്ചുപോയ ആളുടെയും, ഈ അടുത്ത് അപകടത്തിലും മറ്റുമായി മരിച്ചുപോയ, ഈ അടുത്ത് ഈ റബീഉൽ അവ്വൽ ആയതിനു ശേഷം മരിച്ചുപോയ ആളുകളെ പ്രത്യേകം നിയ്യത്ത് ചെയ്തു. അതിന് മുമ്പ് നമ്മുടെ ഈ പരിപാടി മുമ്പൊക്കെ സംഘടിപ്പിക്കുമ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെയൊക്കെ നിയ്യത്ത് ചെയ്തു ഒരൽപ്പം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ചൊല്ലി സ്വലാത്ത് ചൊല്ലി നമുക്ക് ദുആ ചെയ്യണം. അല്ലാഹുവേ, ഞങ്ങളുടെ മജ്ലിസ് നീ ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാക്കണം റഹ്മാനെ.